വോയിസ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിലെ സന്തോഷമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നാം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യമാണ് കേൾക്കാൻ പോകുന്നത്. ഒരു നായർ തറവാട്ടിൽ നിന്നും കർത്താവിനെ കണ്ടുമുട്ടിയതായ ഒരു കുടുംബത്തിൻ്റെ വലിയ ജീവിതാനുഭവമാണ്. അത് കേൾവിക്കാരായ നിങ്ങളുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ആ ജീവിതാനുഭവം ഷെയർ ചെയ്യേണ്ടതിന് പ്രിയ കർത്താവിൻ്റെ ദാസിയെ ജോയിസ് ടിവിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഓക്കെ, എന്തുകൊണ്ട് വിശേഷം? സന്തോഷമായിരിക്കുന്നോ? സന്തോഷമായിട്ടിരിക്കുന്നു. പ്രൈസ് ലോർഡ്. ഓക്കെ ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിലെ കർത്താവ് നടത്തിയതും കർത്താവ് ഇവിടെ കൊണ്ടെത്തിച്ച വിധങ്ങളും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സാക്ഷ്യം പറയുമ്പോൾ കേൾക്കാം. അവിടെ നിന്ന് കർത്താവ് വിളിച്ചതായ അനുഭവങ്ങളെയൊക്കെ കേൾക്കാൻ ഞങ്ങൾക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. ആ സാക്ഷ്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, അങ്ങയുടെ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ നന്ദി കർത്താവേ. ഹല്ലേലൂയ. പ്രിയ ഹല്ലേലൂയ. ദൈവദാസിക്കായി പ്രാർത്ഥിക്കുന്നതിൻ്റെ മകളെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണേ. വായോടും നാവോടും പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കണമേ. കേൾവിക്കാർക്ക് അനുഗ്രഹമായി തീരേണ്ടതിന്, ഞങ്ങളുടെ നാമം ഉയർത്തപ്പെടേണ്ടതിന് സാക്ഷ്യം ഒരു വലിയ അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിച്ചാട്ട്. നിങ്ങളുടെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യത്തിലൂടെ ഞങ്ങളെ ഇരുത്തിയാട്ട്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹേമ എവിടെ നിന്നാണ് ഇപ്പോൾ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്? പ്രൈസ് ലോർഡ് അമ്മ. ഞാൻ ഇവിടെ ഡാലസ് നിന്നാണ്, US ഡാലസ് നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിൽ കർത്താവിൻ്റെ വഴികളെ, കർത്താവിനെ കണ്ടുമുട്ടിയതൊക്കെ ഞങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. അതിനായുള്ള സമയം ഞാനിപ്പോൾ നൽകി തരികയാണ്. മലയാളത്തിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാമെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവായുടെ കൂടെ ഇരിക്കും. ഓക്കെ, താങ്ക് യു, വെൽക്കം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ, പ്രൈസ് ലോർഡ്. ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഞാൻ ദൈവത്തിന് ഏറ്റവും നന്ദി പറയുന്നു. യാതൊരു യോഗ്യതയോ ഒന്നുമില്ല. എപ്പോഴും പറഞ്ഞ പോലെ ഞാൻ എവിടെ പോയാലും സാക്ഷ്യം പറയുമ്പോൾ ഒരു മോവാബ്യ 10ാം തലമുറ വരെ ശപിക്കപ്പെട്ട ഒരു കുടുംബം ദൈവസന്നിധിയിൽ വരുവാൻ ഒരു യോഗ്യതയുമില്ലാത്ത സ്ഥാനത്ത് ദൈവം മുൻ നിർണയപ്രകാരം കണ്ടു വിളിച്ച് വേർതിരിച്ച് അത് എവിടെ പോയാലും സാക്ഷ്യം പറയാൻ ഇന്ന് ഈ മഹത്വമായിട്ട് ഉള്ള ഈ ദൈവവചനത്തെ എടുത്തിട്ട് പറയുവാൻ ദൈവം യോഗ്യനാക്കിന്. അതിനായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അതെന്നെ പറയുന്നത്, സ്വർഗത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ ജാതികൾ, വംശങ്ങൾ, എല്ലാം ദൈവസന്നിധിയിൽ ഒന്നിച്ച് വാഴ്ത്തുമ്പോൾ അതാണ് കർത്താവ് ക്രൂശിൽ കടന്ന് ഞങ്ങളുടെ കുടുംബത്തെ കണ്ടതിന് വളരെ നന്ദിയുണ്ട് ദൈവത്തോട്. ആ ദൈവത്തോട് എവിടെ പോയാലും ഈ നാമത്തെ ഉയർത്താൻ വേണ്ടിയിട്ട് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ഇപ്പൊ എൻ്റെ സാക്ഷ്യം തുടങ്ങാം. ആക്ച്വലി എൻ്റെ മമ്മിയാണ് ആദ്യമായിട്ട്, മമ്മിയും ഡാഡിയാണ് വിശ്വാസത്തിലേക്ക് വരാൻ കാരണം. അവര് പാലക്കാട്, കേരളത്തില് പാലക്കാട് എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്നാണ്. വെറും ഒരു ഹിന്ദു കുടുംബം മാത്രമല്ല, പക്ഷെ പാരമ്പര്യമായിട്ട് തലമുറയായിട്ട് മന്ത്രവാദം, പൂജാകർമ്മങ്ങളും വെളിച്ചപ്പാടും ഒക്കെ ചെയ്യുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ദൈവം വിളിച്ച് വേർതിരിച്ച. അന്ധകാരം പിടിച്ച ആ ദേശത്ത് നിന്ന് ഒരു ക്രിസ്ത്യാനിയും കൂടിയും അടുത്ത് ഇല്ലാത്ത, കേൾക്കാത്ത ഒരു ഇതിന്നാണ്. അപ്പോൾ അന്നേ ദൈവം മമ്മീനെ കണ്ടിരുന്നു. പലപ്പോഴും ഈ ഇതൊക്കെ പൂജകളൊക്കെ നടക്കുമ്പോൾ രക്തം അങ്ങനെയൊക്കെ കണ്ട് പേടിച്ചിട്ട് ഒരു ഇതായിരുന്നു. പക്ഷെ ദൈവം കണ്ടു. പലപ്പോഴും ദൈവം ദർശനത്തിലൊക്കെ, അന്ന് ദർശനം എന്താണെന്ന് അറിയില്ല, പക്ഷെ ഇങ്ങനെ വിഷൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ മമ്മി ഒരു വെള്ള സാരി എടുത്തിട്ട് ഒരു ബിൽഡിംഗ്, ഒരു ക്രോസിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോണതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും പിന്നെയാണ് മനസ്സിലായത് ദൈവം ഓൾറെഡി കണ്ടിരുന്നു, ദൈവനാമത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടാണ്, പപ്പയുടെ കൂടെ കല്യാണം കഴിഞ്ഞ് അവർ ജോലിയുടെ ബന്ധമായിട്ട് ഗുജറാത്ത് എന്ന പ്രദേശത്തേക്ക് പോയത്. അവിടെ പോയി പപ്പയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ഇവാഞ്ചലിസ്റ്റ് ഉണ്ടായിരുന്നു, ബ്രദർ ഏലിയാസ് എന്ന് പറഞ്ഞ്. അവരുടെ വീട്ടിൽ അങ്ങനെ ജസ്റ്റ് ഒരു കാഷ്വൽ ടോക്കിന് വേണ്ടി ചെന്നപ്പോഴാണ് ഇങ്ങനെ ഈ ഫോട്ടോ മമ്മി കണ്ടു. ഒരു ജീസസിന്റെ ഇങ്ങനെ ക്രൂശിക്കപ്പെട്ട് കൈ മാത്രം എങ്ങനെ ഇരിക്കണത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു. അങ്ങനെ അവര് ഈ കർത്താവിനെ കുറിച്ചിട്ട് കുറച്ചൊക്കെ മമ്മിയോട്
പറഞ്ഞു. അപ്പൊ ഇറ്റ് വാസ് ലൈക്ക് ഒരു അട്രാക്ഷൻ പോലെ തോന്നി. വീട്ടിൽ വന്നിട്ട് പപ്പയോട് പറഞ്ഞു, അതിൽ ആ ദൈവത്തിൽ എന്തോ ഒരു ശക്തിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പപ്പ പറഞ്ഞു, മേലെ അവരുടെ വീട്ടിലേക്ക് പോകരുത്, അവർ ക്രിസ്ത്യാനികൾ, അത് ക്രിസ്ത്യാനികളുടെ ദൈവമാണ്, നമുക്കൊന്നും അവിടെ പോകാൻ പാടില്ലെന്ന്. പക്ഷെ മമ്മീനെ എന്തോ പിറ്റേ ദിവസം തിരിച്ച് അവിടെ ചെന്നു. പിന്നെയും ആ ഫോട്ടോ കുറച്ചും കൂടിയും ആ ദൈവത്തെക്കുറിച്ചൊന്ന് പറയുമെന്ന് അവർ വീണ്ടും അങ്ങനെ ഗോസ്പൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മമ്മിക്ക് തന്നെ ഒരു ശബ്ദം കേൾക്കുന്ന മാതിരി കേട്ടു. ലൈക്ക്, നിനക്ക് സത്യദൈവത്തെ അറിയണ്ടേ, നീ പാപിയല്ലേ, അങ്ങനത്തെ ഒക്കെ ചോദ്യം വന്നപ്പോൾ അപ്പോൾ ഈ ഇവാഞ്ചലിസ്റ്റോട് അങ്കിളോട് ചോദിച്ചു, എനിക്ക് ഈ ദൈവത്തെ അറിയണം ഇങ്ങനെ. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ സിസ്റ്റർ വീട്ടിൽ പോയിട്ട് പ്രാർത്ഥിക്കും, ദൈവം ഇടപെടും നിങ്ങളോട്. അങ്ങനെ മമ്മി വീട്ടിൽ വന്നിട്ട് എന്തോ മമ്മിക്ക് ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ഹിന്ദു ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വേഗം മാറ്റി വെച്ചിട്ട്, അപ്പോൾ പപ്പ വന്നപ്പോൾ ആ ഫോട്ടോസ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ അതൊന്നും ദൈവമല്ല, അതിലൊന്നും അത് ജീവനില്ലാത്തയാണ്, നമുക്കത് വേണ്ട, നമുക്ക് ഈ യേശുവിനെ മതി എന്ന് പറഞ്ഞപ്പോൾ അവർ തമ്മിൽ ഒരു വാക്ക് തർക്കമൊക്കെ ഉണ്ടായി. അപ്പോൾ പപ്പ ഫോട്ടോ ഇല്ല, പക്ഷെ ആ ഭാഗത്തേക്ക് നോക്കി പപ്പ വിളക്ക് കത്തിക്കലും പ്രാർത്ഥിക്കായിരുന്നു. അപ്പൊ മമ്മി ഇപ്പുറത്ത് നിന്നിട്ട്, രണ്ട് ആരാധന ഈ വീട്ടിൽ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മനസ്സിൽ പ്രാർത്ഥിച്ചു. പക്ഷെ അത് അങ്ങനെയൊക്കെ തുടർന്നു. പിന്നെ വിശ്വാസം വരാൻ വേണ്ടിയിട്ട്, അപ്പൊ അന്നൊക്കെ ചെറിയ സിമ്പിൾ ഫെയ്ത്താ മമ്മിക്ക്. അപ്പൊ പറഞ്ഞു, നീ ദൈവം സത്യ ദൈവമാണെങ്കിൽ എൻ്റെ ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട്, എൻ്റെ ഭർത്താവിന് ഒരു വെളിയിലേക്ക് പോവാൻ. അന്നൊക്കെ പറഞ്ഞ ഗൾഫ് വാസ് എ ബിഗ് തിങ്. അപ്പൊ അവിടേക്ക് പോവാനുള്ള ഒരു ചാൻസ് ഒന്നും ഒരുക്കാണില്ല. അപ്പോഴേക്കും വിത്തിൻ എ മന്ത് ഡാഡിയുടെ ഫ്രണ്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് ഖത്തറിലേക്ക് പോവാൻ വേണ്ടിയിട്ട് ഒരു വഴി തുറന്നു. അപ്പൊ അത് പപ്പ ഞങ്ങൾ ഇനി ഗുജറാത്തിൽ ഒറ്റയ്ക്ക് വിടണ്ട എന്ന് പറഞ്ഞിട്ട് മമ്മിയുടെ അങ്കിളും ആൻറ്റിയും ഒക്കെ അവര് ചെമ്പൂർ ബോംബെയിലുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് വന്ന് താമസിച്ചു. അപ്പൊ മമ്മിക്ക് ഈ യേശുവിനെ പുതിയ കണ്ട ഈ വിശ്വാസം കുറച്ചും കൂടിയും ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഇങ്ങനെ എന്നെ സ്കൂളിലൊക്കെ അവിടെ ചേർത്തിയപ്പോൾ ചോദിച്ചു, ഇവിടെ എവിടെയെങ്കിലും ആഭരണം ഇടാത്ത ഏതെങ്കിലും ഒരു ചർച്ച് ഉണ്ടോ ഇങ്ങനെ. അപ്പൊ ആരോ പറഞ്ഞു, ഇവിടെ IPC ഇവിടെ അടുത്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ മമ്മി ഇപ്പൊ എന്നെ അവിടെ ഫ്രീഡം ഇല്ല മമ്മിക്ക്. അവരൊക്കെ ഏറ്റവും ഇങ്ങനെ അമ്പലത്തിന്റെ അടുത്താണ് മമ്മിയെ കൊണ്ട് ദിവസം രാവിലെ ഈ പ്രസാദമൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ പാലൊഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ മമ്മീനെ വിടായിരുന്നത്. അപ്പൊ മമ്മിക്ക് അതൊരു ഇതായിട്ട് തോന്നി, ഈ പുതിയ വിശ്വാസത്തിന് എതിരായിട്ടാണല്ലോ എന്ന് പറഞ്ഞ് ഏതായാലും ചർച്ചിൽ ഒരു ദിവസം സൺഡേ പച്ചക്കറി മേടിക്കുന്നതിന്റെ എക്സ്ക്യൂസില് മമ്മി ഇറങ്ങി. ആ സമയത്ത് സാക്ഷ്യത്തിന്റെ സമയമായിരുന്നു. മമ്മി എപ്പോഴും പറയും ആ പാട്ട്, ജാതികൾ, വംശങ്ങൾ, ഭാഷകൾ എന്ന ആ സാക്ഷ്യത്തിന് മുമ്പിലുള്ള പാട്ടായിരുന്നു. അപ്പൊ എന്തില്ലാത്ത ഒരു ശക്തി മമ്മിയുടെ കാലിൽ കൂടെ ഇങ്ങനെ വന്ന് മമ്മി പെട്ടെന്ന് നീച്ചു നിന്നിട്ട് പറഞ്ഞു, ഞാനിവിടെ പുതിയതായിട്ട് വന്നതാണ്, എൻ്റെ ചെറിയച്ഛൻ്റെ കൂടെ ഞാൻ താമസിക്കുന്നത്, ഞാൻ ഒരു ഹിന്ദു കുടുംബത്തിൽ, എനിക്ക് ഈ കർത്താവിനെ സ്വാതന്ത്ര്യമായിട്ട് എനിക്ക് ആരാധിക്കണം, അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, എനിക്ക് എൻ്റെ കുട്ടിക്ക് ഒരു ചെറിയൊരു വീട് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങുകയും ചെയ്തു. പക്ഷെ കുറച്ച് പേര് മമ്മീനെ അറിഞ്ഞ് പിന്നെ അവര് തൊട്ട് കിരണിലത്തെ അവരൊക്കെ ഉണ്ടായിരുന്നു, ചർച്ചിലത്തെ പ്രായമായിട്ട് ഒരു അമ്മച്ചി ഇടയ്ക്ക് എന്തെങ്കിലും പാംപ്ലെറ്റോ എന്തെങ്കിലും ക്രിസ്ത്യൻ ലിറ്ററേച്ചർ എങ്ങനെയെങ്കിലുമൊക്കെ ബാൽക്കണി കൂടെ, ബിക്കോസ് വീട്ടിലേക്ക് വരാൻ പറ്റില്ല, അവർ സമ്മതിക്കില്ല, അപ്പൊ എങ്ങനെയെങ്കിലുമൊക്കെ എത്തിച്ചിട്ട് ഇങ്ങനെ വരും. മമ്മിയാണ് ഈ ബൈബിൾ എപ്പോഴും അരിയുടെ ഡബ്ബയുടെ അകത്ത് ഒളിപ്പിച്ച് വെക്കുക, ഇവരാരും ഇല്ലാത്ത സമയത്ത് ഇരുന്ന് വായിക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ദൈവം അത്ഭുതകരമായിട്ട് പിന്നെ പപ്പ വരേണ്ട സമയം 2 years കഴിഞ്ഞിട്ട്, അപ്പൊ ഞങ്ങൾക്ക് വീട് മാറണം. അപ്പൊ മമ്മി ഇങ്ങനെ ഒരു വാടകയ്ക്ക് ഞാൻ മാറാൻ പോവാ, ചേട്ടൻ വരാറായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ തിലക് നഗറിലേക്ക് ഒരു വാടകയ്ക്ക് ഒരു റൂമിലേക്ക് മാറി. ആദ്യമായിട്ട് അവിടെ മാറിയപ്പോൾ പിന്നെ പപ്പയ്ക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കണ്ടായിരുന്നു, ഈ 2 yearsനകത്ത് വരുമ്പോൾ ഈ കർത്താവിനെ പപ്പയും സ്വീകരിക്കണമെന്ന് പറഞ്ഞ്. അപ്പൊ പപ്പ ഖത്തറിലാവുമ്പോൾ പപ്പയും ദർശനം കണ്ടു. എന്നിട്ട് ഇങ്ങനെ കണ്ടത് ഞാനും മമ്മിയും വെള്ള വസ്ത്രം ധരിച്ച് സ്വർഗത്തില് ഇരിക്കുകയാണ്. അപ്പോൾ പപ്പയ്ക്ക് അത് എത്താൻ പറ്റില്ല. അപ്പോൾ ഒരു ഏഞ്ചൽ, അന്ന് ഏഞ്ചലാണെന്ന് അറിയില്ല, ഒരു നീളത്തിൽ ഒരു വൈറ്റ് ഡ്രസ്സ് ഇട്ട്, നിനക്ക് അവിടെ പോവുകയാണെങ്കിൽ നീ ക്രിസ്തുവിനെ പിൻപറ്റണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ശബ്ദം കേട്ടു. അപ്പൊ മമ്മിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു, അപ്പൊ നീ പോയ മാർഗത്തിലേക്ക് ഞാനും വരാമെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് 2 പേരും ഒന്നിച്ചിട്ട് തോമസ് കോശി പാസ്റ്റർ, അന്ന് IPCയിലെ പാസ്റ്റർ ആയിരുന്നു, അവിടെ വെച്ചിട്ട് സ്നാനപ്പെട്ടു.
സോ അങ്ങനെയാണ് അവര് രണ്ടുപേരും ഇതിലേക്ക് സ്റ്റെപ്പ് എടുത്തത്. അപ്പൊ മമ്മി വിശ്വാസത്തിൽ വന്ന ഉടനെ പിന്നെ പപ്പ ഉണ്ടായിരുന്നു, അതുകൊണ്ട് മമ്മി ആഭരണമൊക്കെ ഊരി നമ്മൾ ആ വിശ്വാസം അനുസരിച്ചിട്ട് അതൊക്കെ ചെയ്തു. അപ്പോൾ ഈ പപ്പ വെക്കേഷൻ കഴിഞ്ഞ് പോയി. എൻ്റെ മമ്മിയുടെ അങ്കിൾ മമ്മീനെ കാണാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ നീ ആഭരണമൊക്കെ എന്താ ഇടാത്ത് പറഞ്ഞപ്പോൾ മമ്മി ഒന്നും പറഞ്ഞില്ല. ഇങ്ങനെ കുറച്ച് വിശ്വാസമുണ്ട്, അപ്പൊ നീ ചർച്ചിലേക്കൊക്കെ പോണതെന്ന് കേട്ടു, പേരുദോഷം ഉണ്ടാക്കരുത് അല്ലെങ്കിൽ നിന്റെ അച്ഛനെ വിളിച്ചു വരുത്തുന്നൊക്കെ പറഞ്ഞ് മമ്മീനെ ഭീഷണിപ്പെടുത്തി. അപ്പോൾ മമ്മി ഒന്നും പറഞ്ഞു. പക്ഷെ മമ്മിയുടെ ഡാഡി വന്നു ബോംബെയിലേക്ക്. വന്നിട്ട് എന്താണ് നീ ചെയ്തത്, നീ മൂത്ത മകളാണ്, കുടുംബത്തിന് പേരുദോഷം വരുത്തരുത്, നിന്റെ അടിയിലോ നീ ഉണ്ട്, കല്യാണം കഴിക്കാൻ, അങ്ങനെയൊക്കെ പേടിപ്പെടുത്തി. മമ്മി പറഞ്ഞു ഇല്ല, ഞാൻ ഇവിടെ ഒറ്റയ്ക്കാ താമസിക്കുന്ന എൻ്റെ മകളുടെ കൂടെ, അപ്പൊ ഇവിടെ ആഭരണമൊക്കെ ഇട്ട് നടന്ന് എന്തെങ്കിലും കളവോ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സേഫ്റ്റി അല്ലേ നോക്കേണ്ടത് എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും അവർക്ക് മനസ്സിലായി മമ്മി ഈ മാർഗമാണ് ബിക്കോസ് മമ്മി ഇരുന്നിട്ട് രഹസ്യമായിട്ട് പ്രാർത്ഥിക്കണമൊക്കെ കണ്ടു. അപ്പോൾ എന്നെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് മമ്മി ചെല്ലുമ്പോൾ ഗ്രാൻഡ് ഫാദർ അവിടെ വീട്ടിലിരുന്നുകൊണ്ട് ഉള്ള എല്ലാം മന്ത്രവാദം പൂജ വീട്ടിലൊക്കെ മുഴുവൻ മമ്മി ഭസ്മം കത്തി എല്ലാം ഇതൊക്കെ ചെയ്തിട്ട് വെക്കും. പക്ഷെ മമ്മി അപ്പുറത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഗ്രാൻഡ് ഫാദറിന് അവിടെ ഇരിക്കപ്പുറത്തില്ല. ബിക്കോസ് മമ്മി അപ്പോഴേക്കും അഭിഷേകം ദൈവം കൊടുത്തു. ഈ പ്രതികൂലങ്ങളും ഇതൊക്കെ നേരിടാൻ വേണ്ടിയിട്ട് ദൈവം ശക്തീകരിച്ചു. അതുകൊണ്ട് അഭിഷേകം അത് ഫുൾ കൃപാവരങ്ങളോടാണ് ദൈവം അഭിഷേകം ചെയ്തത്. അപ്പോ ദൈവം പറഞ്ഞ നിനക്ക് അധികാരം തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ പിന്നെ ആ ധൈര്യത്തിൽ നിന്ന് പിന്നെ ഗ്രാൻഡ് ഫാദർ എന്തെങ്കിലും എതിരായിട്ട് പറയും, എന്തെങ്കിലും ചെയ്യുമ്പോൾ യേശുവിന്റെ നാമത്തിൽ മുമ്പിൽ കെട്ട് എന്ന് പറയുമ്പോൾ പിന്നെ അതിരം ചലിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ വളരെ പ്രതികൂലം ഉണ്ടായിരുന്നു. എങ്കിലും ദൈവം നിർത്തി. പിന്നെ ഗ്രാൻഡ് ഫാദർ തിരിച്ചു പോയി. പക്ഷെ ആ പോയോട് കൂടെ ഇനി മേലെ കുടുംബത്തിൽ ഒരു ബന്ധം വേണ്ട. പിന്നെ മമ്മിയുടെ സിബ്ലിങ്സിനെ കല്യാണത്തിനൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ ആയി. പക്ഷെ പ്രതികൂലം അതിൽ തുടർന്നു. പിന്നെ നീ ഈ വിശ്വാസം പിടിച്ചു നിൽക്കണം, ഞാൻ നോക്കട്ടെ എത്രത്തോളം നീ നിൽക്കും എന്ന് പറഞ്ഞ് പലതും ചെയ്തു. എൻ്റെ ഡാഡി ഗൾഫിൽ പോയിട്ട് പക്ഷെ തിരിച്ച് ജോലി ഇല്ലാണ്ട് വന്നു. അപ്പോൾ ഫിനാൻഷ്യലി ഞങ്ങളെ സ്ട്രഗിൾ ചെയ്ത് പപ്പ അപ്പോഴേക്ക് ഡയബറ്റിക് പിടിച്ചു. അപ്പോൾ ഹെൽത്ത് വൈസും എല്ലാ രീതിയിലും അങ്ങനെ ഒരു തടസ്സമായിട്ട് വന്നു. പക്ഷെ എങ്കിലും ദൈവം ശക്തീകരിച്ച് കുറച്ച് പ്രതികൂലം എന്ത് വന്നാലും പിടിച്ച സത്യത്തിന് വേണ്ടിയിട്ട് നിൽക്കണം എന്ന് പറഞ്ഞിട്ടാണ് മമ്മിയും പപ്പയും നിന്നത്. പക്ഷെ പിന്നെ ദൈവം വഴിവാതിൽ തുറന്നു. പക്ഷെ 4 വർഷം അവിടെ ജോലി ഇല്ലാണ്ടിരുന്നു. പക്ഷെ ആ സമയത്തും ഞങ്ങൾ ദൈവത്തിന് വേണ്ടിയിട്ട് അവിടെ ഒരു ആരാധന ഞങ്ങളുടെ വീട്ടില് ആ 1 ബെഡ്റൂമില് ഞങ്ങൾ ആരാധന വെച്ച് അവിടെ 7 വർഷം ഞങ്ങളുടെ വീട്ടിൽ ആരാധന നടത്തി. പിന്നെ മെല്ലെ നാട്ടിലേക്കൊക്കെ പോയപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു ദിവസം മിണ്ടൊന്നില്ല. പക്ഷെ എങ്കിലും മമ്മിയുടെ മമ്മിയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ വിളിച്ച് സംസാരിക്കുക അങ്ങനെയൊക്കെ. പിന്നെ ഞങ്ങൾ ഒരു പ്രാവശ്യം വെക്കേഷൻ പോയപ്പോൾ ഗ്രാൻഡ് ഫാദർ എവിടെയോ പോയിട്ട് മന്ത്രവാദം ചെയ്തിട്ട് മമ്മി കടക്കായിരുന്നു. അപ്പോൾ വേഗം വന്നിട്ട് ഉരുള ഉരുട്ടിയിട്ട് മമ്മിയുടെ വായിലേക്ക് കൊടുത്തു. അപ്പൊ മമ്മിക്ക് പെട്ടെന്ന് പ്രാർത്ഥിക്കാനും പറ്റിയില്ല. എന്താണ് അപ്പൊ എല്ലാരും പറഞ്ഞു സ്നേഹം കൊണ്ടല്ലേ, മൂത്ത മോളല്ലേ, അതുകൊണ്ട് ഉരുള ഉരുട്ടി തന്നെന്ന് പറഞ്ഞു. പക്ഷെ മമ്മിക്ക് അപ്പ തൊട്ടിട്ട് തലയ്ക്ക് കുറച്ചൊരു മന്ദത ഒരു ഇതുപോലെ തോന്നി. വീട്ടിൽ തിരിച്ച് ഞങ്ങൾ ബോംബെയിലേക്ക് വന്നു വെക്കേഷൻ കഴിഞ്ഞിട്ട്. മമ്മിക്ക് ശരിക്കും പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. അപ്പൊ എന്താണ് കർത്താവ് എന്ന് ചോദിച്ചപ്പോ നിനക്ക് നിന്റെ അകത്ത് ഒരു ഇത് വന്നിട്ടുണ്ട്, എന്താ പറയുക ബന്ധനം വന്നിട്ടുണ്ട്. അപ്പൊ അത് എവിടുന്നാണ് പറഞ്ഞപ്പോ ഈ ഒരു സീനാണ് ദൈവാത്മാവ് കാണിച്ചു കൊടുത്തത്. അത് ചെയ്തത് രക്തം ഛർദിച്ച് നീ മരിക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു അത് ചെയ്തത്. അപ്പൊ അതിനെ പിടിച്ച് പിന്നെ ദൈവാത്മാവ് ശക്തീകരിച്ച് ആരാധിച്ച് അതിനെ മടക്കി അയച്ചപ്പോ തിരിച്ച് അതെന്റെ ഗ്രാൻഡ് ഫാദറിലേക്ക് തന്നെ അത് ചെന്നു. അപ്പൊ ദൈവം നിലനിർത്തി അവിടെ. അങ്ങനെയാണ് ഞങ്ങളുടെ മമ്മി. അപ്പൊ എന്നെ ചെറുപ്പത്തെ തൊട്ടിട്ട് ഇതൊക്കെ കണ്ട് വളർന്ന് ഒരു അനുഭവം ഉള്ളവളാണ്. അപ്പോ മമ്മി പ്രഗ്നന്റ് ഷീ വാസ് പ്രഗ്നന്റ് വിത്ത് മീ. ഒരു 3 മാസമായപ്പോ അങ്ങനെ ഒരു വിഷൻ കണ്ടു, നിനക്ക് തരുന്ന ഒരു പെൺകുട്ടി ആയിരിക്കും. അവളെ ഞാൻ അന്ന് US ആണെന്നും കൂടി അറിയില്ല, ഒരു സ്റ്റാച്യു കാണിച്ചു, ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി. അത് പിന്നെയാണ് മനസ്സിലായത് ആ ദേശത്തേക്ക് എന്റെ വചനവുമായിട്ട് അയക്കുമെന്നാണ് അന്ന് പറഞ്ഞത്. അപ്പൊ മമ്മി എന്നും ചെറുപ്പത്തെ തൊട്ടിട്ട് എന്നോട് പറയും നീ ദൈവത്തിനുള്ളവളാണ്. മമ്മിയാണെങ്കിൽ പ്രാർത്ഥിക്കും, എനിക്ക് ഒരു തലമുറയുള്ളൂ പക്ഷെ അത് കരയും, എവിടെ അയച്ചോ
നിന്റെ നാമത്തിനെ ഉയർത്ത, എന്നെക്കാളും ശക്തമായിട്ട് എൻ്റെ തലമുറ ഉപയോഗിക്കണം, അത് മാത്രമേ ചോദിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നെ എപ്പോഴും ചെറുപ്പത്തെ തൊട്ടിട്ട് അങ്ങനെ ഒരു ഇതിലാണ് വളർത്തി. ഒരു വൺ ചൈൽഡ് എന്ന് പറഞ്ഞിട്ട് എന്നെ ലാളിച്ചോ കൊഞ്ചിച്ചിട്ടോ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ എൻ്റെ മമ്മി എന്നെ വളർത്തി. ഇപ്പോഴും ഇവിടെ വന്നിട്ടും കൂടി ഇത്രയും വയസ്സായാലും കൂടി ദിവസം എൻ്റെ മീതെ കൈ വെച്ചിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. ചിലപ്പോൾ കണ്ണുനീർ എൻ്റെ മീതെ വീണിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഈ കരയുന്ന അമ്മമാർ എവിടെ ഉണ്ടായാലും അവരുടെ തലമുറ ഒരിക്കലും നശിച്ചു പോകുകയില്ല. അതാ പറഞ്ഞ് ശമൂവേൽ ജനിക്കാൻ ഒരു ഹന്ന ഒരു കാരണമായിരുന്നു. ഹന്ന ചോദിച്ച എൻ്റെ കുട്ടി ഞാൻ ആലയത്തിലേക്ക് ഞാൻ നേരുന്നു എന്ന് പറഞ്ഞ് ആ വഷളതയുള്ള തലമുറയുടെ ഇടയിലും ശമൂവേലിനെ പിടിച്ച് നിർത്തി അറിയപ്പെട്ട് ഒരു പ്രവാചകനാക്കി നിർത്തിയത് ആ ഒരു മാതാവിന്റെ ഒറ്റ ഒരു കണ്ണുനീരാണ്. സോ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെയും ലൈഫിൽ എന്തൊക്കെ വന്നാലും എൻ്റെ എന്തുണ്ടെങ്കിലും കർത്താവിൻ്റെത്തിലേക്ക് മടക്കി വന്നത് ആ ഒരു പ്രാർത്ഥന മാത്രമാണ്. അപ്പം അത് പറഞ്ഞ് ഞാൻ എൻ്റെ മമ്മിയുടെ ബാക്ക്ഗ്രൗണ്ട് നിർത്തുകയാണ്. ഞാൻ എൻ്റെ ചെറുപ്പത്തെ തൊട്ടിട്ട് ഇനി പറയാം. ഞാൻ പിന്നെ ചെറുപ്പം ആസ് ഐ സെഡ് എൻ്റെ ചെറിയ പ്രായത്തിൽ 8-9 വയസ്സൊപ്പം തൊട്ടിട്ട് തന്നെ എൻ്റെ സമ്മർ വെക്കേഷൻ എല്ലാവരും കളിക്കുമ്പോൾ സ്കൂൾ വെക്കേഷൻ ഒക്കെ അറിയാലോ, ബോംബെയിൽ 2-2.5 മാസമൊക്കെ. അപ്പൊ മമ്മി എന്നെ ഉള്ള ഫാസ്റ്റിംഗ് പ്രേയറിനാണ് കൊണ്ടുപോ, കളിക്കാൻ സമ്മതിക്കില്ല. മന്നു വേണ്ട, ആദ്യം നീ ഫാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കുക. അന്ന് ഈ 9 വയസ്സൊക്കെ ഫാസ്റ്റിംഗ് ഇരിക്കുക പറഞ്ഞ ഇറ്റ് വാസ് നോട്ട് ഈസി. എങ്കിലും കൂടി എന്നെ ബോംബെയില് ചെമ്പൂരിനൊക്കെ അവിടേക്കൊക്കെ ട്രോംബെ അവിടേക്കൊക്കെ ഉള്ള എല്ലാ പ്രെയർ മീറ്റിംഗിന് എന്നെ കൊണ്ടുപോകും. ഉള്ള എല്ലാ ആന്റിമാരുടെ ഇടയിൽ എന്നെ ഇരുന്നിട്ട് പറഞ്ഞ് അഭിഷേകം പ്രാപിക്കാൻ നോക്ക്. അങ്ങനെ എന്നെ പറഞ്ഞപ്പോ മനസ്സില്ലാണ്ട് മനസ്സ് അന്ന് ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഇമ്പോർട്ടൻസ് വളർന്നു വരുമ്പോഴാണ് അറിയണം. അപ്പൊ ഇവരൊക്കെ ഫാസ്റ്റിങ്ങിന്റെ ഫസ്റ്റ് സെഷൻ കഴിയാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കുന്നിട്ട് വേണം എനിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ വളർത്തി. പക്ഷെ എനിക്ക് എൻ്റെ 9-ാം വയസ്സിൽ കർത്താവിനെ ഞാൻ രക്ഷിതാവായി സ്വീകരിച്ചു. പിന്നെ എൻ്റെ 13-ാമത്തെ വയസ്സിൽ ഞാനും തോമസ് കോശി പാസ്റ്ററിന്റെ കീഴിൽ സ്നാനപ്പെടാൻ ദൈവം എന്നെ സഹായിച്ചു. 15-ാമത്തെ വയസ്സിൽ ഞാൻ അഭിഷേകം പ്രാപിച്ചു. അങ്ങനെ സ്കൂൾ ജീവിതമൊക്കെ കണ്ടു. കോളേജൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ ആ ചെറുപ്പത്തെ ഇന്നോസൻസ് ഇല്ല, നമ്മൾ കുറച്ചും കൂടി ലോകം അങ്ങനെ അറിഞ്ഞു, ആ ഫ്രണ്ട് സർക്കിൾ അങ്ങനെയൊക്കെ പോയി. പക്ഷെ എങ്കിലും ഉണ്ടായിരുന്നു മമ്മിയുടെ പ്രാർത്ഥന എപ്പോഴും കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ ആ ഒരു ലൈഫിൽ അങ്ങനെ സൂപ്പർഫിഷ്യൽ ആയിട്ട്. പക്ഷെ എപ്പോഴും മമ്മി പറയും, നീ വചനത്തിന് വേണ്ടിയിട്ട് നിൽക്കണം, വചനമാണ് നിന്നെ ഉയർത്ത, അതിനെ നീ എപ്പോഴും മാനിക്കണം എന്ന് പറഞ്ഞ് നിനക്ക് വചനം പഠിക്കണം. പക്ഷെ അന്നൊന്നും അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കില്ല. അന്ന് സെക്യുലർ എഡ്യൂക്കേഷൻ ബാച്ചിലേഴ്സ് കഴിഞ്ഞു. ഞാൻ പിന്നെ ബോംബെയിൽ 2 വർഷം ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ പപ്പ ഖത്തറിലായിരുന്നു. അപ്പൊ ഞങ്ങൾ കുടുംബമായിട്ട് 98 ഞങ്ങള് ദുബായിയുടെ പ്രദേശത്തേക്ക് വന്നു. അവിടെ ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 24 ഇയേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അവിടെയും ദൈവം മാനിച്ചു. ബിക്കോസ് ലോകപ്രകാരമായിട്ട് ദൈവം ഞങ്ങളെ ഒന്നിനും കുറവ് വരുത്തിയില്ല. നഷ്ടങ്ങളെല്ലാം അന്നാണ്. ബിക്കോസ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ബോംബെ തിലക് നഗറിലൊക്കെ അറിയാലോ, നമ്മളുടെ ആ വീടൊക്കെ 1 ബെഡ്റൂം ബാത്റൂം കോമൺ ആണ്. അങ്ങനെയൊക്കെ ജനിച്ച് ചോർന്ന് 3rd ഫ്ലോർ ആകുമ്പോൾ വെള്ളമൊക്കെ വലിച്ച്. പക്ഷെ അതിലും കൂടി ദൈവത്തെ വിശ്വസ്തയോടെ ഞങ്ങൾ ദൈവത്തെ സേവിച്ചുകൊണ്ട് അതിൻ്റെ ഉള്ള അനുഗ്രഹങ്ങൾ പെട്ടെന്നല്ല, പക്ഷെ പിന്നെ ദൈവം ആർക്കും കടക്കാരനല്ല. അപ്പൊ അവിടെയും ആരാധന നടത്തി ദേവദാസന്മാരെ മാനിച്ച് അതിൻ്റെ ഒക്കെ മാന്യതകളായിരുന്നു പിൻകാലത്ത് അത് ഞങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ ദുബായിയുടെ പ്രദേശത്ത് എനിക്ക് ജസ്റ്റ് ഗ്രാജുവേഷൻ മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ, ബാച്ചിലേഴ്സ് ഇൻ സയൻസ്. പക്ഷെ ദൈവം എനിക്ക് എയർപോർട്ടിൽ ജോലി തന്നു. ദുബായ് എയർപോർട്ടിൽ അതൊരു ഗവൺമെന്റ് ജോബ് തന്നെയായിരുന്നു. അപ്പോൾ എപ്പോഴും ചിന്തിക്കും, അർഹിക്കാത്ത നന്മകളാണ്. ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും അവർ കുറവ് വരുത്തില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ ഇറങ്ങി തിരിച്ച് അബ്രഹാമിനെ പോലെ അറക്കി എൻ്റെ മമ്മീനെ ഒന്നും അറിയാണ്ട് ഈ ദൈവത്തെ ഈ വിഗ്രഹ ഇതെല്ലാം വിട്ടിട്ട് കർത്താവിന്റെ മാർഗത്തിലേക്ക് വിളിച്ച എൻ്റെ പിൻതലമുറ അനുഭവിക്കുന്ന നന്മകളാണ് ഇന്ന് ഞാൻ ഈ അനുഭവിക്കുന്ന ഈ ദേശത്ത്. അപ്പോൾ അങ്ങനെ ദുബായിയുടെ പ്രദേശത്ത് 24 വർഷം. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് പ്രൊമോഷൻ കിട്ടി, സൂപ്പർവൈസർ പോസ്റ്റിലെത്തി. അപ്പോൾ ലോകപ്രകാരം എല്ലാം കംഫർട്ടബിൾ ആയിരുന്നു. പക്ഷെ ദൈവത്തിന്റെ ആ ഉദ്ദേശം എൻ്റെ മീതെ കിടക്കുന്നുണ്ട്. ലൈക്ക് ഈ വേലയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങണം, പഠിക്കണം. പക്ഷെ അതിനൊക്കെ എന്നെ ഒരുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ നമ്മൾ വെറുതെ വേലയ്ക്ക് ഇറങ്ങാൻ പറ്റില്ല. നമ്മളുടെ ലൈഫ് എക്സ്പീരിയൻസ് മറ്റുള്ളവർക്ക് ഒരു ബ്ലെസ്സിങ് ആവണി നമ്മൾ ചില ഇത് കടക്കണം, കടമകൾ കടക്കണം. അപ്പോൾ എന്നെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്
ദൈവത്തിന് ഒരു ഇതുണ്ടായിരുന്നു. ബിക്കോസ് ഈ മമ്മിയുടെ പ്രാർത്ഥനയും വാഗ്ദത്തങ്ങളും ഏത് ദിവസം മമ്മിയാണെങ്കിൽ പറയുന്ന എല്ലാ ആലോചനകളും മമ്മി ഒരു ഡയറിയിൽ എഴുതി വെക്കായിരുന്നു. ഞാൻ പലപ്പോഴും കണ്ടിട്ട്, എന്നിട്ട് ചിലപ്പോഴൊക്കെ ഞാൻ ഇരിക്കുമ്പോൾ എന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ വായിച്ചിട്ട് കേൾപ്പിക്കും, നിന്നെ ആ ദേശത്തേക്ക് അയക്കും അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ശരി, ദൈവം പറയുകയാണെങ്കിൽ ദൈവം ചെയ്തോളും, ഇറ്റ്സ് ഓക്കെ. പക്ഷെ അങ്ങനെയല്ല. എന്നെ പിന്നെ മമ്മി പറഞ്ഞു, നമ്മള് ഈ കുട്ടികള് അപ്പനോട് പറയില്ലേ, നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഇത് മേടിച്ചു തരാം, എന്നിട്ട് തിരിച്ചതെല്ലാം കഴിഞ്ഞ അപ്പ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് തിരിച്ച് ചോദിക്കണം. അപ്പൊ അതാണ് ദൈവമക്കളുടെ ഒരു ഇത്, അങ്ങനെയാണ്. അപ്പൊ ഏതായാലും നീ അത് ചോദിച്ച് മേടിക്കണം, ഡിലേ ചെയ്യരുത്. പിന്നെ അങ്ങനെ ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഞാൻ ബോംബെയിൽ തന്നെ ജോലി ചെയ്യുമ്പോൾ മമ്മി എൻ്റെ ഓഫീസിൽ വന്നപ്പോൾ ഈ ഫോട്ടോ കണ്ടു. ഇത് ഏതാണ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അത് ന്യൂയോർക്കാണ്, സ്റ്റാച്യു ഓഫ് ലിബർട്ടി. അപ്പൊ മമ്മി പറഞ്ഞു, നിന്നെ ആ ദേശത്തേക്കാണ് അയക്കാൻ പോണത് എന്ന് പറഞ്ഞു. അപ്പൊ ഒരു സാധ്യതയില്ല, ഞങ്ങൾക്ക് ആരുമില്ല, ഒന്നുമില്ല. പക്ഷെ അത് പിടിച്ചു വെച്ച് മമ്മി ഡയറിയിൽ അത് അന്ന് പണ്ടത്തെ പാർക്കർ പെനില ഈ ആലോചനകളൊക്കെ എഴുതി വെക്കും. 2-3 ഡയറി ഉണ്ട് തോന്നുന്നു. ഓരോ ദിവസം ദൈവാലോചന പറഞ്ഞതൊക്കെ എഴുതി വെച്ചിട്ട് അതിന്റെ ഇങ്ക് മാഞ്ഞാലും കൂടി മമ്മി തിരിച്ചത് എഴുതി എന്നിട്ട് അത് വായിച്ച് കേൾപ്പിക്കണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ദൈവത്തിന് ഒരിക്കലും മനുഷ്യരല്ല ബോഷ്ക്ക് പറയാൻ ദൈവം വാഗ്ദത്തം ചെയ്ത ഉവ്വ് പറഞ്ഞ ഉവ്വ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് കാലതാമസം വന്നാലും കൂടി നിൽക്കണം. അപ്പൊ ഈ വാഗ്ദത്തം എൻ്റെ ചെറിയ പ്രായത്തിലാണ് പറഞ്ഞത്, പക്ഷെ വർഷങ്ങൾ എടുത്തു. അത് എന്നാലും ദൈവം ആ ദേശത്തേക്ക് ആ ഉദ്ദേശം വചനമായിട്ട് അയക്കുമെന്ന് പറഞ്ഞ അതേ ഇതിലാണ് ഈ ദേശത്ത് കൊണ്ടുവന്നത്. അപ്പൊ അങ്ങനെ ദുബായിൽ പിന്നെ എൻ്റെ ചില കാര്യങ്ങളൊക്കെ ദൈവം എന്നെ ഓടിക്കാൻ വേണ്ടിയിട്ടും ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ചില പേഴ്സണൽ ഡെസിഷൻസ് ഒക്കെ എടുത്ത് അതൊക്കെ തകർച്ചയിൽ അവസാനിച്ചപ്പോഴും പക്ഷെ ദൈവം എന്നെ കൈവിട്ടില്ല അതിൽ കൂടെ. അതുകൊണ്ട് ഇന്ന് ഞാൻ നോക്കുമ്പോ അന്ന് ഞാൻ ചോദിച്ചു, എന്റെ ജീവിതത്തിൽ ഇത് ഞാൻ ആർക്കും ഒരു ദോഷം ചെയ്യേണ്ട, എന്റെ ജീവിതത്തിൽ ഈ തകർച്ച എന്തിനാ വന്നത് എന്ന് ചോദിച്ചപ്പോ അത് ഇന്ന് എനിക്ക് മനസ്സിലാവും. അങ്ങനത്തെ ആൾക്കാർ ഞാൻ മിനിസ്റ്റർ ചെയ്യുമ്പോൾ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ വേദന അറിഞ്ഞിട്ട് എനിക്ക് അവരുടെ കൂടെ എംപത്തൈസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ആ സാഹചര്യത്തിൽ കൂടെ കടന്നു പോയില്ലെങ്കിൽ പെർഹാപ്സ് എന്നെ വിളിക്കുന്ന ആൾക്ക്, ബിക്കോസ് ഇവിടെ ഞാൻ ഒരു പ്രയർ മിനിസ്റ്റർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ അവരുടെ വിഷമത്തോടെ അവരെന്നെ വിളിച്ചിട്ട് എൻ്റെ വാക്കുകൾ ഞാൻ പറയുമ്പോൾ അത് അവർക്ക് ഒരു ആശ്വാസമായി, ഏബിൾ ടു റീച്ച് ഔട്ട് ടു ദം. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ മനസ്സിലായത് എന്നെ ആ സ്റ്റേജിൽ കൂടെ കടത്തി വിട്ടത് ദൈവത്തിന് ഇതായിരുന്നല്ലോ ഉദ്ദേശം. ബിക്കോസ് തീയിൻ്റെ അകത്ത് തീച്ചുള എത്ര ഊട്ടിയാലും അത് പിന്നെ ഒരു പൊന്നു പോലെ പുറത്ത് നമ്മളുടെ കീടങ്ങളെല്ലാം മാറ്റി ദൈവത്തിന് കൊള്ളാവുന്ന ഒരു വസ്തുവായിട്ടാണ് ദൈവം ഒരുക്കുന്നത്. ലൈഫിന്റെ വിഷയങ്ങൾ എനിക്ക് അറിഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്, അവരുടെ കൂടെ എംപത്തൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാ. പിന്നെ ഏതായാലും ഈ ദേശത്തേക്ക് പിന്നെ അവിടെ നിന്നപ്പോ ഞങ്ങൾ ഒരു ദിവസം ഞാനും മമ്മിയും പിന്നെ വെക്കേഷന് വേണ്ടിയിട്ട് ജസ്റ്റ് ഫോർ ഹോളിഡേയ്സ് ഞങ്ങൾ US പ്രദേശത്തേക്ക് ടൂറിസ്റ്റ് ആയിട്ട് വന്നു. അപ്പോൾ ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ അടുത്ത് പോയപ്പോ ഞങ്ങൾ രണ്ടുപേരും കൈയോട് കൈ കോർത്തിട്ട്, അപ്പ വാഗ്ദത്തം ചെയ്തതാണ്. അന്ന് ഞാൻ ദുബായിൽ ജോലി ചെയ്തു. ബിക്കോസ് ആ ഗവൺമെന്റ് ജോബ് ആകുമ്പോൾ നമുക്ക് സെക്യൂരിറ്റി ഉണ്ട്, യു ക്യാൻ വർക്ക് ടിൽ 60 years of age, നല്ല ശമ്പളമാണ്. അപ്പൊ ആ ലൈഫ് സ്റ്റൈൽ നമുക്ക് എല്ലാ രീതിയിലും നല്ലതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഈ ദേശത്തേക്ക് വന്ന് ആ വാഗ്ദത്തം ഞങ്ങൾ പിന്നെയും ഓർക്കണമേ ആ വാഗ്ദത്തം എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോയി. പക്ഷെ അത് അവിടെ കിടക്കുന്നുണ്ടെന്ന്. എക്സാക്ട്ലി 2019 ഇവിടെ വന്നു. 2022 ഈ ദേശത്തേക്ക് ഞങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ദുബായിൽ സൺഡേ സ്കൂൾ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളുടെ പാസ്റ്ററിന്റെ മോളുടെ. അപ്പോൾ എന്താണ്, അപ്പൊ ഞാൻ MDയും പഠിക്കുന്നുണ്ട്, സൈഡ് ബൈ സൈഡ് ജോലിയും ചെയ്യുന്നുണ്ട്. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, വൈ ഡോണ്ട് യു ട്രൈ കാനഡയോ അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞ വാഗ്ദത്തം US ആണ്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ അന്ന് പഠിക്കുകയാണെങ്കിൽ ക്രൈസ്റ്റ് ഫോർ നേഷൻസ് പറഞ്ഞ ഒരു ബൈബിൾ കോളേജ് ഉണ്ട് ഡാലസിൽ. അന്ന് രാത്രി തന്നെ ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന് ഫോം ഫില്ലപ്പ് ചെയ്തു കൊടുത്തു. ഒരിക്കലും വിചാരിക്കുന്നില്ല, പക്ഷെ പെട്ടെന്ന് എനിക്ക് വിത്തിൻ 3 months എൻ്റെ പേപ്പർ I-20 വന്നു. അവർ പറഞ്ഞു ഉടനെ ജോയിൻ ചെയ്യണം. അപ്പൊ അതൊക്കെ ഒരു പെട്ടെന്നൊരു യാത്രയായിരുന്നു. ബിക്കോസ് ഞങ്ങളെ കാണിച്ചു ഇസ്രായേൽ ജനത്തെ യാത്ര പുറപ്പെടാൻ വേണ്ടി പറഞ്ഞപ്പോ ചെരുപ്പ് ഇട്ടിട്ട് എല്ലാം ഒരുങ്ങിയിരിക്കുക. അപ്പൊ ഞാൻ ഈ ഗവൺമെന്റ് ജോലി ആകുമ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് റിസൈൻ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ആകെ വിത്തിൻ എ മന്ത് എനിക്ക് ഇതെല്ലാം ചെയ്തിട്ട് ഈ ദേശത്തേക്ക് എനിക്ക് ജോയിൻ ചെയ്യണമായിരുന്നു. അപ്പോഴാണ് പിന്നെ
എന്താ പറഞ്ഞ I-20 ഒക്കെ വന്നു. ഞാൻ ജോലി സ്ഥലത്തൊന്നും അധികമൊന്നും പറഞ്ഞില്ല, പക്ഷെ എനിക്ക് റിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഈ സോറി എന്താ പറഞ്ഞ നമ്മളുടെ കമ്പനി സമ്മതിച്ചില്ല, നിന്നെ വിടില്ല. ബിക്കോസ് ഒരു സൂപ്പർവൈസർ ആയിട്ട് നിൽക്കുമ്പോൾ അങ്ങനെ പറ്റില്ല, നീ ലീവ് എത്ര വേണമെങ്കിലും എടുത്തോ, എന്നിട്ട് തിരിച്ചു വരണം എന്ന് പറഞ്ഞു. ഓൾറെഡി 2 വർഷമായി അവരുടെ വിസ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ എങ്കിലും ഞങ്ങൾ വന്നു, ഞാനും മമ്മിയും വിദേശത്തേക്ക് വന്നു, ഈ കോളേജിൽ ചേർന്നു. ഇപ്പൊ എൻ്റെ 6th സെമസ്റ്ററാണ്, 2.5 വർഷം കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ദേശത്തിലും ഞങ്ങൾക്ക് ആരും ഞങ്ങളുടെ സ്വന്തം എന്ന് പറയാനില്ല, ഞാനും മമ്മിയും മാത്രമേ ഉള്ളൂ. പക്ഷെ അബ്രഹാമിനെ പോലെ ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് മുമ്പോട്ട് ഇപ്പൊ കാണിപ്പാനുള്ള ദേശത്തേക്ക് പോവുക, പക്ഷെ അവിടെ കരുതി വെച്ചിട്ടുണ്ട് എല്ലാം എന്ന് പറഞ്ഞ് അങ്ങനെ ഈ ദേശത്തേക്ക് വന്നു. ഇതുവരെ വിശ്വസ്ത ദൈവത്തെ ഞങ്ങൾ നല്ലൊരു ചർച്ചിലൂടെ, മെട്രോ ചർച്ച് എന്ന് പറയും, സതീഷ് പാസ്റ്ററാണ്. അങ്ങനത്തെ ആ ചർച്ചിൽ ആത്മീയമായിട്ട് ഞങ്ങള് ഭയങ്കരമായിട്ട് ഒരു കൈത്താങ്ങലുള്ള ഒരു സഭയാണ്. പിന്നെ ഇവിടെ ഞാനൊരു പ്രേയർ ഡേ സ്റ്റാർ എന്ന ടെലിവിഷൻ നെറ്റ്വർക്ക് കേട്ടുകാണും, 2ാമത്തെ വലിയൊരു ചാനലാണ്. അതും ഞാൻ ചെറിയൊരു ജോലി ആദ്യം ചെയ്തു, ക്യാമ്പസിലാകുമ്പോൾ അധികം നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ദൈവമാണ് ഈ ഒരു ഡേ സ്റ്റാർ, അതും ക്യാമ്പസിൽ തന്നെ എനിക്ക് വേണ്ടിയിട്ട് ദൈവം തുറന്നു തന്നു. ഞാൻ പറഞ്ഞു, അപ്പ എനിക്ക് വണ്ടിയില്ല ഈ ദേശത്ത്, എനിക്ക് എവിടെയെങ്കിലും ജോലിക്ക് പുറത്തേക്ക് പോകാനെങ്കിൽ വണ്ടി വേണം. പക്ഷെ അതൊന്നും ഇല്ലാണ്ട് തന്നെ ദൈവം എനിക്ക് എൻ്റെ ക്യാമ്പസ് നടന്നു പോകത്തക്കവണ്ണം ജോലി ഈ ഇതിൽ തന്നെ ഒരുക്കി. ഇവിടെ ഒരു പ്രെയർ കോർഡിനേറ്റർ, ഇപ്പൊ എന്നെ ട്രെയിനറായിട്ടും സെലക്ട് ചെയ്ത് അങ്ങനെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവ വേലയും ചെയ്യുന്നു. കുട്ടികളുടെ ഇടയിൽ എൻ്റെ കിഡ്സ് മിനിസ്ട്രി ഉണ്ട്, 4 to 5 years. അങ്ങനെ അവരെയും ട്രെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതാണ് ഇവിടുത്തെ കാര്യങ്ങള്. പിന്നെ നാട്ടിലെ സംബന്ധിച്ചോളം പിന്നെ ഒരു നാട്ടിൽ ഒരു ആരാധന ഇല്ല ഞങ്ങളുടെ അടുത്ത് ആ ഭാഗത്ത്. അപ്പൊ മമ്മിയുടെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഞാൻ അറിഞ്ഞ സത്യം എൻ്റെ എല്ലാവരും അറിയണമെന്ന്. പോകുമ്പോൾ എപ്പോഴും എല്ലാവരോടും സാക്ഷ്യം മമ്മിയുടെ പറയലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലും. വീട്ടിൽ ആരും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഗ്രാൻഡ് ഫാദറൊക്കെ മരിച്ച ശേഷം കുറച്ചും കൂടി ഒരു ഫ്രീഡം കിട്ടിയത്. അപ്പൊ അങ്ങനെ പാസ്റ്റർമാരെ കൊണ്ടുവരലും അവിടെ ഉപവാസ പ്രാർത്ഥന വയ്ക്കലും. അപ്പൊ അങ്ങനെ 14 പേര് സ്നാനപ്പെട്ടു ആ കുടുംബത്തിൽ നിന്ന്. അങ്ങനെ പിന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദറും സ്നാനപ്പെട്ടു. എൻ്റെ മോള് പോയ വഴി ഗ്രാൻഡ് ഫാദർ ഉള്ള വരയ്ക്ക് അത് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഗ്രാൻഡ് ഫാദർ പറഞ്ഞിരുന്നു, നീ എന്ത് ചെയ്താലും നീ അവളുടെ ജാതിയിലേക്ക് ചേരരുത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഗ്രാൻഡ് മദർ അത് സത്യമെന്ന് അറിഞ്ഞിട്ട് അവര് മരിച്ച ഉടനെ എൻ്റെ ഗ്രാൻഡ് മദറും ഓൾമോസ്റ്റ് ലൈക്ക് 75+ ഏജിലാണ് സ്നാനപ്പെട്ടത്. അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് ഒരു വളരെ സന്തോഷം. 14 പേര് സ്നാനപ്പെട്ടു. പിന്നെ ആ ദേശത്ത് ഒരു വേല ഞങ്ങളുടെ അടുത്തില്ല എന്ന് പറഞ്ഞു ചെറിയൊരു സ്ഥലം മേടിച്ചിട്ട് എൻ്റെ പപ്പ മമ്മി പപ്പ ഉള്ളപ്പോൾ തന്നെ അത് മേടിച്ച് ഒരു ചെറുതായിട്ട് ഒരു ചർച്ച് പണിതു. ഞാനിപ്പോഴും അവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിനൊക്കെ ദൈവ മുഖാന്തരങ്ങൾ ഒരുക്കി. അങ്ങനെയാണ്. പിന്നെ ഇപ്പൊ ഞാനിവിടെ നിൽക്കണു, 2.5 വർഷമായി. ഇനി ദൈവം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് മാത്രമേ, കർത്താവ് മുമ്പേ പോയിട്ടുണ്ട്, അപ്പോൾ അതിന് പുറകെ മാത്രമേ ഞങ്ങൾ നടക്കുന്നുള്ളൂ. എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയില്ല എന്നേ പറയാം. അബ്രഹാമിനോട് 2-3 പ്രാവശ്യം വിശ്വാസം ഇത് ചെയ്ത പോലെ കാണിപ്പാനുള്ള അല്ലെങ്കിൽ മലയ്ക്ക് എല്ലാം ജസ്റ്റ് ഒരു ഇതേ കൊടുക്കുള്ളൂ, വേറെ ഒരു സ്റ്റെപ്പ് ഒന്നും. പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ് ദൈവത്തിന്റെ കരുതൽ കാണുക. അങ്ങനെയാണ് ദൈവം ഞങ്ങളെ ഇതുവരെ നടത്തിയത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. അതെ, അബ്രഹാമിനോട് ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കർത്താവ് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് വിശ്വാസത്താൽ യാത്ര ചെയ്ത അബ്രഹാമിന് കനാൻ ദേശത്ത് എത്തിച്ചേരുവാനിടയായി തീർന്നു. മക്കളോടും കൊച്ചുമക്കളോടും കൂടെ ഒക്കെ ദൈവത്തെ സ്തുതിപ്പാന് ദൈവം ഇടയാക്കി തീർത്തു. ദൈവം വിളിച്ച് വേർതിരിച്ചാൽ ദൈവം ഒരിക്കലും നമ്മെ അനാഥരായി വിടത്തില്ല. ദൈവം വാഗ്ദത്തം ചെയ്താൽ അത് വിശ്വസ്തനായിട്ട് ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ വാക്കുവെന്ന് മാത്രമാണല്ലോ. ഇത്രത്തോളം വിശ്വാസത്തിൽ നിൽക്കാൻ കർത്താവ് പ്രിയ കുടുംബത്തെ സഹായിച്ചല്ലോ. ഇനിയും കർത്താവ് ഒരു വാക്ക് പറഞ്ഞല്ലോ, ഹേമ, കർത്താവ് മുന്നേ പോയിട്ടുണ്ട്. ആ കർത്താവിൻ്റെ പുറകെ ഞങ്ങൾ യാത്ര ചെയ്യണമെന്ന്. ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ പുറകെ യാത്ര ചെയ്യുക, അതാണ് നമുക്ക് ആ ഒരു വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ കർത്താവിനെ കണ്ടുകൊണ്ടുള്ള യാത്ര. ഇന്നത്തെ ആത്മീയഗോളത്തെ നാം എടുത്ത് പഠിച്ചാൽ അത്രത്തോളം അമേരിക്കയുടെ പ്രദേശത്തും ഗൾഫിൻ്റെ പ്രദേശത്തും ഒക്കെ വർഷങ്ങൾ താമസിച്ച് ഒരു കുടുംബമാണെങ്കിലും വിശ്വാസ ജീവിതത്തിൽ നിന്ന് ലോകത്തിൻ്റെ പല അവസ്ഥകളിലേക്ക് കടന്നു പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും
വിളിച്ച ദൈവത്തെ നോക്കി യാത്ര ചെയ്യാനുള്ള ഒരു വലിയ ഭാഗ്യം കർത്താവ് തന്നല്ലോ, കർത്താവ് നിർത്തിയിരിക്കുന്നല്ലോ. അതുപോലെ നാട്ടിൽ ആ ഒരു അത്രത്തോളം ഒരു ആരാധനാലയമൊക്കെ തുടങ്ങാനുള്ളതായ ഒരു വഴിയും വാതിലും ഒക്കെ കർത്താവ് ഒരുക്കി തന്നല്ലോ. ദൈവം ഉപയോഗിക്കുന്ന വിധങ്ങൾ എത്ര വലുതാണ്. ഓക്കെ, ഇനി അമേരിക്കയുടെ പ്രദേശത്തും കർത്താവ് അതുപോലെ നിങ്ങളെ ഉപയോഗിക്കും. നാം അറിയുന്നില്ലല്ലോ നമ്മുടെ കർത്താവിൻ്റെ പ്രവൃത്തികൾ എങ്ങനെയാണെന്ന്. അവർക്ക് ഇനി കർത്താവ് ഉപയോഗിക്കും. അനേകർക്ക് വലിയൊരു വിടുതലാക്കി കർത്താവ് ഹേമയും മാമിയെയും തീർക്കട്ടെ. ഞങ്ങളുടെയും എല്ലാ ആശംസകളും പ്രാർത്ഥനയും ഉണ്ട്. ഗോഡ് ബ്ലെസ് യു. ഇത്രത്തോളം സമയമായിരുന്നതിന് താങ്ക് യു. ഹേമ ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. ഓക്കെ ഓക്കെ. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സ്തോത്രം. ഈ നല്ലൊരു സമയം തന്നതിനായി ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു അപ്പ ഈ ചാനലിൽ കൂടെ കർത്താവെ സ്തോത്രം, ദാസിയോടൊപ്പം ചേർന്ന് കർത്താവെ സ്തോത്രം, ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത് ഞങ്ങളെ വിളിച്ച് അറുക്കിയ ദൈവത്തെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ വേണ്ടിയിട്ട് കർത്താവെ ഞങ്ങളെ വിളിച്ചു വേർതിരിച്ച് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന ദൈവത്തിനായി സ്തോത്രം. എവിടെ പോയാലും കർത്താവെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങൾ കർത്താവെ നിന്റെ വിറ്റ്നസ് ആയിട്ട് തീരുവാൻ കർത്താവെ ഒരുക്കണമേ എന്ന് കിട്ടുന്ന ഒരു അവസരം ഞങ്ങൾ വിടാതെ വണ്ണം കർത്താവ് ഞങ്ങളുടെ ദൈവത്തെ ഉയർത്തുവാൻ, ദൈവത്തിന് വേണ്ടി വിശ്വസ്തരായി നിൽക്കുവാൻ കർത്താവ് നല്ല ദാസി എന്ന് കർത്താവെ സ്തോത്രം 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 ആ ടൈറ്റിൽ ഞങ്ങൾ കേൾക്കുവാൻ കർത്താവ് ഞങ്ങളെ ഒരുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ചാനലിൽ കൂടെ കർത്താവെ സ്തോത്രം സ്തോത്രം എല്ലാ സാക്ഷ്യങ്ങളും കർത്താവ് ദൈവനാമത്തിൽ ജീവിതങ്ങളെ തൊടുത്തക്കണം എന്ന് പറഞ്ഞ പോലെ കർത്താവെ ഭാരപ്പെടുന്ന ജീവിതങ്ങൾ കർത്താവെ സ്തോത്രം ഇതൊക്കെ കേൾക്കുമ്പോൾ എന്റെ ദൈവത്തെ മുറുകെ പിടിച്ച് കർത്താവെ എന്ത് വന്നാലും കർത്താവെ സ്തോത്രം നിന്റെ പാത പിൻപറ്റി തന്നെ പോകുവാൻ കർത്താവെ സ്തോത്രം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചാനലിന് ഏറ്റവും എനിക്ക് ദാസിയെ കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് അനേകർക്ക് ഒരു വെളിച്ചം, ഒരു ബലം, കർത്താവ് ഒരു ധൈര്യം ആയിട്ട് കർത്താവെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഈശോപ്പച്ചന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേട്ടുകൊള്ളമേ. ആമേൻ.